ITI ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ആദ്യ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആദ്യ ചാപ്റ്റർ യൂണിറ്റ്സ് എന്നതാണ്. യൂണിറ്റ്സ് ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓർ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് വൺ കൈൻഡ് യൂസ്ഡ് ടു മെഷർ അതർ ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം കൈൻഡ് എന്നുള്ളതാണ്. എന്താ പറയുന്നത്? ഒരേ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള നിരവധി അളവുകൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റികൾ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു. ആ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് രണ്ട് തരം യൂണിറ്റുകളാണുള്ളത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ രണ്ടാണ്. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നു, രണ്ടാമത്തത് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നു. ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നാൽ അതിന്റെ ഡെഫിനിഷൻ യൂണിറ്റ്സ് ഓഫ് ബേസിക് ക്വാണ്ടിറ്റീസ് ആണ്. ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ആ ഒരു യൂണിറ്റിനെ നമുക്ക് ഫാക്ടർ ആക്കി മാറ്റി മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധ്യമല്ല. ഡിറൈവ്ഡ് യൂണിറ്റ് എന്നാൽ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന യൂണിറ്റുകളെയാണ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ യൂണിറ്റിന് ഒരു എക്സാമ്പിൾ ആണ് ലെങ്ത്. ഈ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഫണ്ടമെന്റൽ യൂണിറ്റ് എക്സാമ്പിൾ ലെങ്ത് ആണ്. ആ ഒരു ലെങ്തിനെ നമുക്ക് ഫാക്ടർ അല്ലെങ്കിൽ അതിനെ ഘടകങ്ങളാക്കി മാറ്റിയിട്ട് മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ ഡിറൈവ്ഡ് യൂണിറ്റിനെ നമുക്ക് ഏരിയ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അപ്പോൾ അതിനെ ഫാക്ടർ ആക്കി മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഘടകങ്ങളാക്കി മാറ്റുന്ന സമയത്ത് രണ്ട് ലെങ്തുകൾ ഗുണിച്ചിട്ടാണ് ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഘടകങ്ങളാക്കാൻ സാധ്യമാകുന്ന എല്ലാ യൂണിറ്റിനെയും ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നു. സാധ്യമല്ലാത്തത് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നും പറയുന്നു. ദെൻ നെക്സ്റ്റ് ടോപ്പിക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. യൂണിറ്റുകളുടെ ഒരു സിസ്റ്റം. ആ ഒരു സിസ്റ്റം പ്രകാരം 4 തരം യൂണിറ്റ് സിസ്റ്റങ്ങളാണ് ഉള്ളത്. 1 FPS സിസ്റ്റം, 2 CGS സിസ്റ്റം, 3 MKS സിസ്റ്റം, 4 SI സിസ്റ്റം. FPS സിസ്റ്റം എന്നാൽ അതിന്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. ഫൂട്ട് പൗണ്ട് സെക്കൻഡ് ആണ്. CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. SI സിസ്റ്റം ഒരു ബ്രിട്ടീഷ് സിസ്റ്റമാണ് FPS സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അതേപോലെ CGS സിസ്റ്റം ഒരു തരം മെട്രിക് സിസ്റ്റമാണ്. MKS സിസ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റൊരു തരം മെട്രിക് സിസ്റ്റമാണ്. SI സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് സിസ്റ്റമാണ്. ഈ ഒരു കാര്യം പോയിന്റ് ആക്കി മനസ്സിലാക്കുക. ഫണ്ടമെന്റൽ യൂണിറ്റുകൾ FPS-ലും CGS-ലും MKS-ലും SI സിസ്റ്റത്തിലും ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ബേസിക് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. അതേപോലെ ബ്രിട്ടീഷ് യൂണിറ്റ്സിൽ FPS-ൽ അതിന്റെ യൂണിറ്റ് എന്താണെന്ന് പറയുന്നു, അതിന്റെ സിമ്പൽ എന്താണെന്ന് പറയുന്നു. മെട്രിക് യൂണിറ്റ്സിലെ CGS-ലും MKS-ലും അതിന്റെ യൂണിറ്റ് പറയുന്നു, അതിന്റെ സിമ്പലുകൾ പറയുന്നു. ഇന്റർനാഷണൽ യൂണിറ്റിലെ SI യൂണിറ്റ് പറയുന്നു, സിമ്പലും കാണിക്കും. ഫസ്റ്റ് കോളം നിങ്ങൾക്ക് കാണാം, ബേസിക് ക്വാണ്ടിറ്റീസ് ആണ്. 6 ബേസിക് ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ് സിസ്റ്റത്തിൽ പ്രധാനമായും വരുന്നത്. മാസ്, ലെങ്ത്, ടൈം, കറണ്ട്, ലൈറ്റ് ഇന്റൻസിറ്റി, ടെമ്പറേച്ചർ. ഫസ്റ്റ് നോക്കാം. മാസ് ആണ് ബേസിക് ക്വാണ്ടിറ്റീസിൽ ഫസ്റ്റ്. ആ ഒരു മാസിന്റെ FPS യൂണിറ്റ് പൗണ്ട് എന്ന് അറിയപ്പെടുന്നു. പൗണ്ട് ഡിനോട്ട് ചെയ്യുന്നത് LB വെച്ചിട്ടാണ്. അതേപോലെ മാസിന്റെ CGS യൂണിറ്റ് ഗ്രാം ആണ്, അതിന്റെ സിമ്പൽ G ആണ്, സ്മോൾ g ആണ് മനസ്സിലാക്കുക. മാസിന്റെ MKS യൂണിറ്റ് കിലോഗ്രാം ആണ്, അതിന്റെ സിമ്പൽ kg ആണ്. മാസിന്റെ SI യൂണിറ്റ് MKS-ലേതുപോലെ തന്നെ കിലോഗ്രാം ആണ്, അതിന്റെ സിമ്പലും kg തന്നെയാണ്. രണ്ടാമത്തത് ലെങ്ത് ആണ്. ലെങ്ത് FPS സിസ്റ്റത്തിൽ ഫൂട്ട് ആണ്, അതിന്റെ സിമ്പൽ FT ആണ്. CGS സിസ്റ്റത്തിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്, അതിന്റെ സിമ്പൽ cm ആണ്. ലെങ്ത് MKS സിസ്റ്റത്തിൽ മീറ്ററിൽ പറയുന്നു, അതിന്റെ സിമ്പൽ m. അതേപോലെ MKS-ലേതുപോലെ തന്നെ SI-ൽ മീറ്റർ ലെങ്ത്തിന്റെ യൂണിറ്റ് m, അതിന്റെ സിമ്പൽ. മൂന്നാമത്തത് നോക്കാം, ടൈം ആണ്. ടൈം എല്ലാ സിസ്റ്റത്തിലും സെക്കൻഡ് തന്നെയാണ്, അതിന്റെ യൂണിറ്റ് അതിന്റെ സിമ്പൽ സ്മോൾ s ആണ്. ദെൻ കറണ്ട്
കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ് എല്ലാ സിസ്റ്റത്തിലും, അതിന്റെ സിമ്പൽ ക്യാപിറ്റൽ എ ആണ്. ദെൻ ലൈറ്റ് ഇന്റൻസിറ്റി കാൻഡിലയാണ് എല്ലാ സിസ്റ്റത്തിലും, അതിന്റെ യൂണിറ്റ് CD ആണ്. ദെൻ ടെമ്പറേച്ചർ ബ്രിട്ടീഷ് യൂണിറ്റ് ആയ FPS ൽ ഫാരൻഹീറ്റ് ആണ്, അതിന്റെ നൊട്ടേഷൻ ഡിഗ്രി ക്യാപിറ്റൽ F ആണ്. മെട്രിക് യൂണിറ്റിലും ഇന്റർനാഷണൽ യൂണിറ്റിലും സെന്റിഗ്രേഡ് ആണ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്, അതിന്റെ സിമ്പൽ ഡിഗ്രി C ആണ്. യൂണിറ്റ്സ് ഓഫ് FPS, CGS, MKS ആൻഡ് SI സിസ്റ്റം. ഈ 4 സിസ്റ്റത്തിലുമുള്ള ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ഒരു ടേബിൾ കാണാം. അതിൽ ഫസ്റ്റ് കോളം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തത് ബേസിക് ക്വാണ്ടിറ്റി വെച്ച് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഏത് ഇക്വേഷനിലേക്ക് മാറ്റാൻ സാധിക്കുന്നു. ദെൻ ബ്രിട്ടീഷ് യൂണിറ്റ് ആയ FPS, മെട്രിക് യൂണിറ്റുകളായ CGS, MKS, ഇന്റർനാഷണൽ യൂണിറ്റ് ആയ SIയും, ഇതൊക്കെ അതിന്റെ സിമ്പലുകൾ. ഒന്നാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത്. ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ്, ബ്രെഡ്ത്ത് ഒരു ബേസിക് ക്വാണ്ടിറ്റി അല്ല. ബ്രെഡ്ത്തിനെ നമ്മൾ ബേസിക് ക്വാണ്ടിറ്റി ആയ ലെങ്തിലാണ് പറയുന്നത്. അപ്പോൾ L ഇൻറ്റു B എന്നുള്ളത് L ഇൻറ്റു L ആണ് ബേസിക് ക്വാണ്ടിറ്റീസിലെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ L സ്ക്വയർ എന്ന് വരുന്നു. ലെങ്ത് സ്ക്വയർ ആണ് ഏരിയയുടെ ഇക്വേഷൻ. ലെങ്ത്തിന്റെ യൂണിറ്റ് നേരത്തെ ടേബിൾ നമ്മൾ പഠിച്ചു, എന്താണ്? ഫൂട്ട്. അങ്ങനെയെങ്കിൽ ഏരിയയുടെ L സ്ക്വയറിന്റെ യൂണിറ്റ് സ്ക്വയർ ഫൂട്ട് ആണ്. അതിന്റെ സിമ്പൽ FT സ്ക്വയർ എന്നുള്ളതാണ്. ദെൻ മെട്രിക് യൂണിറ്റുകളിൽ CGSലും MKSലും നോക്കുകയാണെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വരുന്നു, സ്ക്വയർ മീറ്റർ എന്ന് വരുന്നു. അതേപോലെ ഇന്റർനാഷണൽ യൂണിറ്റിൽ സ്ക്വയർ മീറ്റർ എന്നും വരുന്നു. രണ്ടാമത്തെ ക്വാണ്ടിറ്റി നോക്കാം, വോളിയം ആണ്. വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ്, ബ്രെഡ്ത്തും ഹൈറ്റും ബേസിക് ക്വാണ്ടിറ്റികളല്ല. ബ്രെഡ്ത്തും ഹൈറ്റും ലെങ്ത് എന്ന ബേസിക് ക്വാണ്ടിറ്റിയിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ L ഇൻറ്റു L ഇൻറ്റു L, അതായത് L ക്യൂബ് എന്ന് വരുന്നു. ലെങ്ത്തിന്റെ യൂണിറ്റ് ഫൂട്ട് ആണെങ്കിൽ L ക്യൂബ് അല്ലെങ്കിൽ വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബിക് ഫൂട്ട് എന്ന് FPS ൽ വരുന്നു. ദെൻ CGSൽ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് വരുന്നു, MKSലും SIലും ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നു. ദെൻ മൂന്നാമത്തെ നോക്കാം, ഡെൻസിറ്റി ആണ് മൂന്നാമത്തെ ക്വാണ്ടിറ്റി. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്. മാസ് ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ്, വോളിയം ബേസിക് ക്വാണ്ടിറ്റി അല്ല. അപ്പൊ വോളിയത്തിനെ നമ്മൾ നേരത്തെ രണ്ടാമത്തെ ഇക്വേഷനിൽ പറഞ്ഞു L ക്യൂബ് ആണ്. അങ്ങനെയെങ്കിൽ M ബൈ L ക്യൂബ് എന്നുള്ളതാണ് ഡെൻസിറ്റിയുടെ ബേസിക് ക്വാണ്ടിറ്റികളിലെ ഇക്വേഷൻ. മാസിന്റെ FPS യൂണിറ്റ് പൗണ്ട്, L ക്യൂബിന്റേത് ക്യൂബിക് ഫൂട്ട്. അങ്ങനെയെങ്കിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് പൗണ്ട് പെർ ക്യൂബിക് ഫൂട്ട് എന്ന് കിട്ടുന്നു. ഇതേപോലെ CGSൽ ഗ്രാം പെർ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. MKSലും SIലും കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്നും പറയുന്നു. നാലാമത്തെ ക്വാണ്ടിറ്റി നോക്കാം, സ്പീഡാണ്. സ്പീഡിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഒരു ലെങ്തിൽ ആണ്. ഡിസ്റ്റൻസ് എന്നാൽ ബേസിക് ക്വാണ്ടിറ്റി ആയ ലെങ്ത് ആണ്. അങ്ങനെയെങ്കിൽ D ബൈ T എന്നതിന് പകരം L ബൈ T എന്ന് പറയുന്നു. ലെങ്തിന്റേത് ഫൂട്ട് ആണ്, ടൈമിന്റേത് സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ L ബൈ T അല്ലെങ്കിൽ സ്പീഡിന്റെ യൂണിറ്റ് ഫൂട്ട് പെർ സെക്കൻഡ് എന്നാണ് FPS ൽ പറയുന്നത്. CGSൽ സെന്റിമീറ്റർ പെർ സെക്കൻഡ്, MKSലും SIലും മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരുന്നു. അഞ്ചാമത്തെ ക്വാണ്ടിറ്റി വെലോസിറ്റി ആണ്. സ്പീഡും വെലോസിറ്റിയും ബേസിക് ക്വാണ്ടിറ്റികളിലെ ഇക്വേഷൻ സെയിം ആണ്. പക്ഷെ സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അതായത് അതിനെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വെലോസിറ്റി ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതേപോലെ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവൂ, അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. വെലോസിറ്റി എന്നാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമിന് പകരം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഒരു ലെങ്ത് ആണ്. അങ്ങനെയെങ്കിൽ L ബൈ T, അതിന്റെ യൂണിറ്റ് ഫൂട്ട് പെർ സെക്കൻഡ്. CGSൽ സെന്റിമീറ്റർ പെർ സെക്കൻഡ്, MKSലും SIലും മീറ്റർ പെർ സെക്കൻഡ്. ആറാമത്തത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്നാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ വോളിയം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ടു,
വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടു L/T ആണ്. അങ്ങനെയെങ്കിൽ ഡെൽറ്റ വിക്ക് പകരം L/T എന്ന് കൊടുക്കുന്നു, അടിയിൽ എക്സ്ട്രാ ഒരു ടി കൂടി, അങ്ങനെ L/T² എന്ന് വരുന്നു. ലെങ്ത് ഫൂട്ടാണ്, T² സ്ക്വയർ സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ഫൂട്ട് പെർ സ്ക്വയർ സെക്കൻഡ് ആണ് FPS ലുള്ള യൂണിറ്റ്. CGS ൽ സെന്റിമീറ്റർ പെർ സ്ക്വയർ സെക്കൻഡ് എന്ന് പറയുന്നു. MKS ലും SI ലും മീറ്റർ. ഏഴാമത്തത് റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷന് ആക്സിലറേഷന്റെ സെയിം യൂണിറ്റ് തന്നെയാണ്. എട്ടാമത്തത് ആംഗുലാർ വെലോസിറ്റി, അതിന്റെ FPS യൂണിറ്റ് ഡിഗ്രി പെർ സെക്കൻഡ്, CGS MKS SI യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ദെൻ മാസ് നമ്മൾ നേരത്തെ പഠിച്ചു, ഫണ്ടമെന്റൽ യൂണിറ്റ്സിലാണ് മാസ് ഉൾപ്പെടുന്നത്. അതിന്റെ യൂണിറ്റ്സുകൾ നേരത്തെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ദെൻ പത്താമത്തത് വെയിറ്റ് ആണ്. വെയിറ്റിന്റെ FPS യൂണിറ്റ് പൗണ്ട് ആണ്, CGS യൂണിറ്റ് ഗ്രാം ആണ്, MKS യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നു, അതിനെ kg എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ദെൻ 11 ഫോഴ്സ്. ഫോഴ്സിന്റെ FPS യൂണിറ്റ് പൗണ്ട്സ്, CGS യൂണിറ്റ് ഡൈൻ ആണ്, MKS യൂണിറ്റ് കിലോഗ്രാം ഫോഴ്സ് ആണ്, SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ദെൻ 12 പവർ ആണ്. പവറിന്റെ FPS യൂണിറ്റ് ഫൂട്ട് പൗണ്ട് പെർ സെക്കൻഡ്, അതിന് മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്, ഹോഴ്സ് പവർ എന്ന് പറയുന്നു. ദെൻ CGS യൂണിറ്റ് ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്, അതിന്റെ മറ്റൊരു യൂണിറ്റ് എർഗ് പെർ സെക്കൻഡ്. MKS യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതിന്റെ മറ്റൊരു രൂപം വാട്ട്. SI യൂണിറ്റ് വാട്ട് മാത്രമാണ്. ദെൻ 13 പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്. അതിന്റെ FPS യൂണിറ്റ് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് ആണ്, CGS യൂണിറ്റ് ഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ ആകുന്നു, MKS കിലോഗ്രാം പെർ സ്ക്വയർ മീറ്റർ, SI യൂണിറ്റ് ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്ററും. ദെൻ 14 എനർജി വർക്ക്, രണ്ടിനും സെയിം യൂണിറ്റ് ആണ്. FPS ഫൂട്ട് പൗണ്ട് ആണ്, CGS ഗ്രാം സെന്റിമീറ്റർ, MKS കിലോഗ്രാം മീറ്റർ, SI ജൂൾ. 15 ഹീറ്റ്. FPS യൂണിറ്റ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്, CGL യൂണിറ്റ് കലോറിയാണ്, MKS ജൂള്, SI ജൂൾ. ദെൻ 16 ടോർക്ക് ആണ്. ടോർക്കിന്റെ FPS യൂണിറ്റ് പൗണ്ട് ഫോഴ്സ് ഫൂട്ട് ആണ്, CGS യൂണിറ്റ് ന്യൂട്ടൺ മില്ലിമീറ്റർ, MKS കിലോഗ്രാം മീറ്റർ, SI ന്യൂട്ടൺ മീറ്റർ. ദെൻ ടെമ്പറേച്ചർ നേരത്തെ പഠിച്ചു, ഫണ്ടമെന്റലിൽ ഉൾപ്പെടുന്നു. ദെൻ 18 സ്പെസിഫിക് ഹീറ്റ് ആണ്. അതിന്റെ FPS യൂണിറ്റ് BTU പെർ പൗണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ്, CGS കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്, MKS ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, SI ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ദെൻ 19 ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ FPS യൂണിറ്റ് സൈക്കിൾ പെർ സെക്കൻഡ്, അതേപോലെ CGS യൂണിറ്റ് ഹെർട്സ് ആണ്, MKSഉം SIയും ഹെർട്സ് തന്നെയാണ്. ദെൻ 20 മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതിന്റെ FPS യൂണിറ്റ് പൗണ്ട് ഫോഴ്സ് ഫൂട്ട് സ്ക്വയർ സെക്കൻഡ്, CGS യൂണിറ്റ് ഗ്രാം സ്ക്വയർ സെന്റിമീറ്റർ, MKS യൂണിറ്റ് കിലോഗ്രാം സ്ക്വയർ മീറ്റർ, SI യൂണിറ്റ് കിലോഗ്രാം സ്ക്വയർ മീറ്റർ. ദെൻ 21 മൊമെന്റം പൗണ്ട് സെക്കൻഡ്, CGS ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ്, MKSഉം SIയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ദെൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ. പൗണ്ട് ഫൂട്ട് ആണ് FPS, CGS ഗ്രാം സെന്റിമീറ്റർ, MKS കിലോഗ്രാം മീറ്റർ, SI ന്യൂട്ടൺ മീറ്റർ. ദെൻ ആംഗിൾ. FPS CGS MKS ഡിഗ്രി, SI യൂണിറ്റ് റേഡിയൻ. ദെൻ സ്പെസിഫിക് വോളിയം. FPS യൂണിറ്റ് ക്യൂബിക് ഫൂട്ട് പെർ പൗണ്ട്, CGS cubic centimeter per gram, MKS and SI cubic meter per kilogram.
Then specific resistance, FPS ohm foot, CGS ohm centimeter, MKS and SI ohm meter. Then specific weight, FPS pound per cubic foot, CGS gram per cubic centimeter, MKS kilogram per cubic meter, SI Newton per cubic meter. Then fuel consumption, FPS mile per gallon, CGS centimeter per cubic centimeter, MKS kilometer per liter international unit, meter per cubic meter. Then dynamic viscosity, FPS pound force per square foot, CGS centipoise, MKS and SI Pascal second. Then surface tension, FPS pound per foot, CGS dynes per centimeter, MKS and SI Newton per meter. Then entropy, FPS British thermal unit per degree Fahrenheit, CGS calorie per degree centigrade, MKS and SI joule per Kelvin. Then electric current, coulomb per second, FPS, CGS biot, MKS and SI ampere. ഇലക്ട്രിക് വോൾട്ടേജ് എല്ലാ സിസ്റ്റത്തിലും വോൾട്ട് തന്നെയാണ് യൂണിറ്റ്. ഇലക്ട്രിക് റെസിസ്റ്റന്റ് എല്ലാ സിസ്റ്റത്തിലും ഓം തന്നെയാണ് യൂണിറ്റ്. ദെൻ ഇലക്ട്രിക് കണ്ടക്ടൻസ്, FPS യൂണിറ്റ് മോ അല്ലെങ്കിൽ സീമെൻസ് എന്ന് പറയും. CGS മോ ആണ്, MKSഉം SIയും സീമെൻസ് ആണ്. ദെൻ ലൈറ്റ് ഇന്റൻസിറ്റി എല്ലാത്തിലും കാൻഡിലയാണ് യൂണിറ്റ്, നമ്മൾ നേരത്തെ പഠിച്ചു. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ITI WCA സബ്ജക്റ്റ് വളരെ ലളിതമായി മനസ്സിലാക്കാൻ ഒരു നല്ല ട്രെയിനറായി ഈ ചാനൽ മാറിയെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തിനും പകരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും. വരും വീഡിയോകൾ മികച്ചതാക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാനലിൽ രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പ്രസ് ചെയ്യൂ ബെൽ ബട്ടൺ.